കെഎസ്ആർടിസിയിൽ ഇനി അന്വേഷണ കൗണ്ടറുകൾ ഇല്ല. കൗണ്ടറുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം, നടപടി പുനഃപരിശോധിക്കണമെന്ന് കെഎസ്ആർടിഎ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, കെഎസ്ആർടിസിയിലുള്ള പ്രശ്നങ്ങൾ, നിലവിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെയൊരു തീരുമാനം? ഇതിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. പ്രധാന പ്രശ്നം കെഎസ്ആർടിസിയിൽ അന്വേഷണ കൗണ്ടറുകൾ ഇല്ലാതാകുമ്പോൾ ഇത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് യാത്രക്കാർക്ക് ഉണ്ടാവുക. ഇത് ജീവനക്കാരെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇത് പൂട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ ഇതൊരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു എന്നാണ് യാത്രക്കാരും മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം. അതേസമയം ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് നിലപാട് വളരെ വ്യക്തമാണ്. ഇതിൽ കഴിഞ്ഞ 8-ാം തീയതി തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗത്തിൽ പല ഉദ്യോഗസ്ഥരും കണ്ടക്ടർമാർ, പരിചയസമ്പന്നരായ കണ്ടക്ടർമാർ ഇല്ലാത്തതിനാൽ ഷെഡ്യൂൾ മുടങ്ങുന്നു എന്നുള്ള ഒരു പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ കേരളത്തിലെ മുഴുവനും എൻക്വയറി കൗണ്ടറുകൾ ഇരിക്കുന്നത് പരിചയസമ്പന്നരായ സീനിയർ ആയിട്ടുള്ള കണ്ടക്ടർമാരാണ് അവിടെ ഡ്യൂട്ടിയിൽ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇവരുടെ സേവനം ബസ്സുകളിൽ ലഭ്യമായാൽ അത് യാത്രക്കാർക്കും കൂടുതൽ ഗുണകരമാവുകയും അത് കെഎസ്ആർടിസിക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ളൊരു സാധ്യതയാണ് മാനേജ്മെന്റ് മുന്നിൽ കണ്ടത്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഉന്നയിച്ചത് കണ്ടക്ടർമാരില്ലാത്തത് കൊണ്ട് ഷെഡ്യൂൾ മുടങ്ങുന്ന ഒരു സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനും ഒരു പരിധിവരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CMD ഇതിൽ ചെയർമാനും MD കൂടി ആയിട്ടുള്ള രാജമാണിക്യം പ്രത്യേകം ഇതിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 9-ാം തീയതി തന്നെ രാജമാണിക്യം ഈ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ ഒക്കെ തന്നെ നടക്കുന്നത്. ഇത് ഇനി ഒരുപക്ഷെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ഇതുപോലെയുള്ള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളെ തന്നെ ഈ അന്വേഷണ കൗണ്ടറിന്റെ അതുപോലെയുള്ള സഹായങ്ങൾക്കും ഓൺലൈൻ സംവിധാനങ്ങൾക്കും ഏർപ്പാടാക്കാൻ കഴിയുമോ എന്നുള്ളതും കെഎസ്ആർടിസി മാനേജ്മെന്റ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ശരി, പൊതുജനങ്ങൾ, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയ ശേഷം മാത്രമേ ഇതിൽ ഒരു മാറ്റം വരുത്താവൂ, കൗണ്ടറുകൾ പൂട്ടാവൂ എന്നുള്ള ഒരു നിലപാട് യാത്രക്കാരും മുന്നോട്ട് വെക്കുന്നുണ്ട്, കെഎസ്ആർടിഇയെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.